വേറിട്ട ഒരു അനുഭവമാണ് നരമ്പിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് തങ്ങളുടെ പിറന്നാൾ ആഘോഷം തൻ്റെ കുടുംബത്തോടൊപ്പവും സഹപാഠികൾക്കൊപ്പവും സ്കൂളിൽ ആഘോഷിച്ചത്. ഗുരുനാഥർക്കൊപ്പം ഇരുന്ന സദ്യ ഉണ്ണുന്ന അപൂർവ കാഴ്ച പ്രധാന അധ്യാപകൻ ബാബു മാസ്റ്ററുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. പിന്നീട് ഈ പരിപാടി അധ്യാപകരും രക്ഷകർത്താക്കളും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ജന്മദിനം ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ക്ഷണിച്ചു വരുത്തി ഒരു ചെറു സമ്മാനവും രക്ഷിതാക്കൾക്ക് നൽകി വിഭവസമൃദ്ധമായ ഒരു സദ്യയും നൽകുകയെന്നതാണ് പരിപാടി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അവധിയായതിനാൽ ആ ദിവസങ്ങളിൽ ജന്മദിനമുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ച് നെയ്ച്ചോറും കോഴിക്കറിയും നൽകിയാണ് ആഘോഷിച്ചത്. പെരിങ്ങവൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, വാർഡ് മെമ്പർമാരായ K കമലാക്ഷൻ, P രവീന്ദ്രൻ, ഫാത്തിമ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. 2028 സ്കൂൾ സ്ഥാപിച്ച് 100 വർഷത്തോടടുക്കുകയാണ്. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഒരു പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് ഗവൺമെൻറ് വിദ്യാലയം. പയ്യന്നൂർ സബ് ജില്ലയിൽ എനിക്ക് തോന്നുന്നത് 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായിട്ട് 100-ലധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ, വിരലിലുണ്ടാവുന്ന ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ മാത്രമാണ് അത്രത്തോളം കുട്ടികളുള്ളത്. അതിലെടുത്തു പറയാൻ വേണ്ടി കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, അക്കാദമികേതര പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നിലമ്പൂർ ഗവൺമെൻറ് LP സ്കൂൾ. കഴിഞ്ഞ LSS പരീക്ഷയിൽ 6 കുട്ടികൾക്ക് LSS സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അറബി കലോത്സവം പോലുള്ള അക്കാദമികേതര പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനമാണ് നമ്മുടെ ഈ വിദ്യാലയം കാഴ്ചവെക്കുന്നത്. നമ്മൾ ഈ വർഷം പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പിറന്നാൾ ഊണ് കുടുംബത്തോടൊപ്പം എന്നൊരു പദ്ധതി. അതായത് ഞങ്ങൾ SRG യോഗമൊക്കെ ചേരുമ്പോൾ അതാത് ക്ലാസ്സുകളിൽ പിറന്നാളുകൾ വരുന്ന ആ തീയതി മുൻകൂട്ടി രേഖപ്പെടുത്തി വെക്കുകയും ആ കുട്ടിയുടെ കുടുംബത്തെ ഒന്നാകെ ആ പിറന്നാൾ ദിനത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ആ കുട്ടിയുടെ പിറന്നാൾ കുടുംബത്തോടൊപ്പം മറ്റു കുട്ടികളോടൊപ്പം ഈ വിദ്യാലയത്തിൽ വെച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ തട്ടുമ്മൽ പ്രദേശത്തുള്ള രക്ഷിതാക്കൾ വലിയ പിന്തുണയാണ്, അവരുടെ വലിയ സ്നേഹമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. നിർലോഭമായ പിന്തുണയാണ് ഈ പദ്ധതിക്ക് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പിറന്നാൾ ദിവസം ആ കുട്ടിക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ വകയായിട്ട്, PTA വകയായിട്ട് ഒരു സമ്മാനം, അത് ഗാന്ധിജിയുടെ ആത്മകഥയാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ അത് ഈ സ്കൂളിൽ വെച്ച് കുട്ടിക്ക് കൊടുക്കും. കുടുംബത്തോടൊപ്പം ആ കുട്ടി അത് ഏറ്റുവാങ്ങും. അതിനുശേഷം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആ പിറന്നാൾ സദ്യ ഉണ്ടതിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ആ പദ്ധതി നടപ്പിലാക്കി വരുന്നത്.